നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അതിവിശിഷ്ടമായിട്ടുള്ള കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അതിശക്തമായിട്ടുള്ള വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു രാജയോഗം വരാൻ പോകുന്ന മഹാരാജയോഗം ജീവിതത്തിൽ കടന്നു വരുന്ന നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. സമ്പത്തിൽ ആറാടാൻ പോകുന്ന നക്ഷത്രങ്ങളാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. വളരെ എന്ന് വെച്ചാൽ അതിശക്തിയായിട്ടുള്ള എന്ന് പറയുന്ന അതിലേറെ സമ്പത്തിൻ്റെ ഉടമയാവാൻ പോകുന്ന നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ്. ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് രക്ഷിതാക്കൾ ഇവരെ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടാവുക. വളരെ ബുദ്ധിമുട്ടിയാണ് ഈ മക്കൾ വളർന്നു വലുതായി ഇവിടെ വരെ എത്തിയിട്ടുള്ളതും. എന്നാൽ ഇനിയുള്ള കാലയളവിൽ രാജയോഗമാണ് ഇവർക്ക് വരാൻ പോകുന്നത്. ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റാൻ ഇവർക്ക് കഴിയും. ഇവരുടെ കയ്യാൽ എന്താണോ ചെയ്യുന്നത്, എന്തു തന്നെയാണോ പുറപ്പെടുന്നത്, അതെല്ലാം നിശ്ചയമായിട്ടും വളരെ ഭാഗ്യത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ ഭാഗ്യമുള്ള നക്ഷത്രക്കാരാണ്. വളരെ ബുദ്ധിമുട്ടി വളർന്ന കാലങ്ങളെല്ലാം മാറി ഇനിയുള്ള ജീവിതത്തിൽ സന്തോഷവും സമാധാനവും മാത്രമായിരിക്കുന്നതാണ്. സമ്പത്തിൽ വളരെ ഉന്നത നിലയിലെത്തുന്ന വ്യക്തികളായതിനാൽ വളരെ ശത്രുക്കൾ കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനാൽ ദേവി ദർശനം നടത്തുക, അവിടെ രക്തപുഷ്പാഞ്ജലി, ചുവപ്പ് പട്ട് എന്നിവ ചാർത്തുക. ശിവക്ഷേത്രത്തിൽ ജലധാര അല്ലാത്ത പക്ഷം ഇളനീർധാര വഴിപാട് ചെയ്യുക. എല്ലാ ദോഷദുരിതങ്ങളിൽ നിന്നും നിങ്ങളെ ഈ ഭാഗ്യത്താൽ സർവൈശ്വര്യത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മാറ്റം സംഭവിക്കാൻ പോകുന്ന സമയകാലയളവിൽ ദേവീദേവന്മാരുടെ അനുഗ്രഹം എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് വളരെ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. നക്ഷത്രങ്ങൾ പൂരോരുട്ടാതി, ചതയം, അവിട്ടം, തിരുവോണം, ഉത്രാടം, ഉത്രം, വിശാഖം, ചോതി, ചിത്തിര. വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് നല്ല സമയമായിട്ടാണ് കാണുന്നത്. ബിസിനസ്സിൽ വളരെ മാറ്റം സംഭവിക്കാൻ പോകുന്നു. ധനപരമായിട്ട് വളരെ വിജയകരമായിട്ടാണ് ഭവിക്കാൻ പോകുന്നത്. വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കാനുള്ള ഭാഗ്യം കൂടി കാണുന്നുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള രാജയോഗമാണ്. എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞൊരു ജീവിതമായിരിക്കുന്നതാണ്. എല്ലാം മംഗളമായി ഭവിക്കുന്നതുമാണ്. ശുഭം.